നിയമസഭയിലേക്ക് കഴിഞ്ഞ തവണ CPIM മത്സരിച്ചത് 81 സീറ്റുകളിലാണ്. ഇത്തവണയും അതിൽ മാറ്റമില്ല. 81 സീറ്റുകളിൽ CPIM എന്തായാലും മത്സരിക്കും. 2 സീറ്റുകളുടെ കാര്യത്തിൽ തർക്കമുണ്ട്. തിരുവനന്തപുരം സീറ്റ് ആന്റണി രാജു മത്സരിക്കുന്നില്ല എങ്കിൽ, അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ സീറ്റ് CPIM ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ NCPയുടെ സീറ്റാണ്. അവിടെ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ആര് മത്സരിക്കണം എന്ന കാര്യത്തിൽ. സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോവുകയാണെങ്കിൽ, തീരുമാനമെടുക്കാൻ NCPക്ക് കഴിയുന്നില്ല എങ്കിൽ ആ സീറ്റ് കൂടി ഇത്തവണ CPIM ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അത് കുറച്ചുകൂടി ചർച്ചകൾക്ക് ശേഷം മാത്രമേ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. 81 സീറ്റ് CPIMയുടെ സീറ്റാണ്. അതിൽ CPIM മത്സരിക്കും എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. അതിൽ 75 സീറ്റിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്ന കാര്യത്തിൽ CPIMൽ ധാരണയായിട്ടുണ്ട്. ഇനി അറിയാനുള്ളത് 6 സീറ്റിൽ ആരൊക്കെ മത്സരിക്കും എന്നത് മാത്രമാണ്. അത് മലപ്പുറം ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും ഏതാനും സീറ്റ് മലപ്പുറം ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും ഏതാനും സീറ്റുകൾ മാത്രമാണ്. 75 സീറ്റ് കൃത്യം പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് എന്ന് നോക്കാം. 71 സീറ്റിൽ മത്സരിക്കുന്നത്. ഇതിൽ 55 പേർ CPIMന്റെ സിറ്റിംഗ് MLA-മാരാണ്. 55 പേർ സിറ്റിംഗ് MLA-മാരാണ്. ശേഷിക്കുന്ന സീറ്റുകളിൽ മാത്രമേ പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതുള്ളൂ CPIM-ന്. അതുകൊണ്ട് തന്നെയാണ് CPIM-ന് സ്ഥാനാർത്ഥി നിർണയം ഇത്ര എളുപ്പമായി മാറിയത്. ഏതായാലും 75 സീറ്റിൽ മത്സരിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ല മന്ത്രി V ശിവൻകുട്ടി നേമം, V ജോയ് വർക്കല, OS അംബിക ആറ്റിങ്ങൽ, DK മുരളി വാമനപുരം, കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടം, VK പ്രശാന്ത് വട്ടിയൂർക്കാവ്, G സ്റ്റീഫൻ അരുവിക്കര, CK ഹരീന്ദ്രൻ പാറശാല, IB സതീഷ് കാട്ടാക്കട, K ആൻസലൻ നെയ്യാറ്റിൻകര എന്ന് വെച്ചാൽ സിറ്റിംഗ് MLA-മാർ അവരവരുടെ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നർത്ഥം. അതിനുശേഷം കൊല്ലം ജില്ലയിലേക്ക് വരാം. മന്ത്രി KN ബാലഗോപാൽ കൊട്ടാരക്കര, S ജയമോഹൻ കൊല്ലം, N നൌഷാദ് ഇരവിപുരം, ഡോക്ടർ സുജിത് വിജയൻപിള്ള ചവറ, SL സജികുമാർ കുണ്ടറ. ഇവരാണ് CPIMന്റെ കൊല്ലം ജില്ലയിലെ സ്ഥാനാർത്ഥികൾ. മെൽസിക്കുട്ടിയമ്മ മത്സരിച്ച കുണ്ടറ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്നത് SL സജികുമാർ ആണ്. മുകേഷ് മത്സരിച്ച കൊല്ലം മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്നത് S ജയമോഹൻ ആണ് എന്നതാണ് കൊല്ലം ജില്ലയിലെ പ്രത്യേകത. ഇനി പത്തനംതിട്ട ജില്ലയിൽ CPIM മത്സരിക്കുന്ന 2 സീറ്റ് മന്ത്രി വീണ ജോർജ് ആറന്മുള, KU ജിനീഷ് കുമാർ കോന്നി സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്നു. ഇടുക്കി A രാജ ദേവികുളം, KK ജയചന്ദ്രൻ ഉടുമ്പൻചോല 2 സീറ്റിലാണ് മത്സരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 2 സീറ്റിലെ CPIM സ്ഥാനാർത്ഥികൾ A രാജ ദേവികുളം, KK ജയചന്ദ്രൻ ഉടുമ്പൻചോല. A രാജ ദേവികുളത്ത് സിറ്റിംഗ് MLA ആണ്. ഉടുമ്പൻചോല MM മണിയുടെ സീറ്റാണ്. MM മണിക്ക് പകരം ഇത്തവണ KK ജയചന്ദ്രൻ മത്സരിക്കുന്നു, CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. കോട്ടയം ജില്ലയിൽ 2 സീറ്റ് K അനിൽകുമാർ കോട്ടയം, മന്ത്രി VN വാസവൻ ഏറ്റുമാനൂർ എന്നിവരാണ് മത്സരിക്കുന്നത്. 2 പേരുടെ പേരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2 പേരുടെ പേരുകളാണ് പുറത്ത് വന്നിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ദലീമ ജോജോ അരൂർ, PP ചിത്തരഞ്ജൻ ആലപ്പുഴ, H സലാം അമ്പലപ്പുഴ, MS അരുൺകുമാർ മാവേലിക്കര, മന്ത്രി സജി ചെറിയാൻ ചെങ്ങന്നൂർ, U പ്രതിഭ കായംകുളം. എറണാകുളം ജില്ല മന്ത്രി P രാജീവ് കളമശ്ശേരി, KJ മാക്സി കൊച്ചി, KN ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറ, MP ഷൈനി വൈപ്പിൻ, ആന്റണി ജോൺ കോതമംഗലം, PV ശ്രീനിജൻ കുന്നത്തുനാട്. തൃശൂർ AC മൊയ്തീൻ കുന്നംകുളം, മന്ത്രി R ബിന്ദു ഇരിങ്ങാലക്കുട, രാമചന്ദ്രൻ പുതുക്കാട്, സേവ്യർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി, UR പ്രദീപ് ചേലക്കര, NK അക്ബർ ഗുരുവായൂർ, C രവീന്ദ്രനാഥ് മണലൂർ. പാലക്കാട് മണ്ഡലം മന്ത്രി MP രാജേഷ് തൃത്താല, P മമ്മിക്കുട്ടി ഷോർണൂർ, K പ്രേംകുമാർ ഒറ്റപ്പാലം, K ശാന്തകുമാരി കോങ്ങാട്, A പ്രഭാകരൻ മലമ്പുഴ, PP സുമോദ് തരൂർ, K പ്രേമൻ നെന്മാറ, TM ശശി ആലത്തൂർ. കോഴിക്കോട് ജില്ല TP രാമകൃഷ്ണൻ പേരാമ്പ്ര, മന്ത്രി PA മുഹമ്മദ് റിയാസ് ബേപ്പൂർ, K ദാസൻ കൊയിലാണ്ടി, തോട്ടത്തിൽ രവീന്ദ്രൻ കോഴിക്കോട് നോർത്ത്, KP കുഞ്ഞമ്മദ്കുട്ടി കുറ്റ്യാടി, ലിൻഡോ ജോസഫ് തിരുവമ്പാടി, KM സച്ചിൻ ദേവ് ബാലുശ്ശേരി. മലപ്പുറം ജില്ല മന്ത്രി V അബ്ദുറഹ്മാൻ താനൂർ, KT ജലീൽ തവനൂർ, MK സക്കീർ പൊന്നാനി, U ഷറഫലി നിലമ്പൂർ, K സഭാഗ് വേങ്ങര. വയനാട് മണ്ഡലം മന്ത്രി OR കേളു മാനന്തവാടി, MS വിശ്വനാഥൻ ബത്തേരി. കണ്ണൂർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം, KK ശൈലജ പേരാവൂർ, VK സനോജ് മട്ടന്നൂർ, TI മധുസൂദനൻ പയ്യന്നൂർ, M വിജിൻ കല്യാശ്ശേരി, KV സുമേഷ് അഴീക്കോട്,
PK ശ്യാമള തളിപ്പറമ്പ്, കാരായി രാജൻ തലശ്ശേരി മത്സരിക്കുന്നു. AM ഷംസീറിന് ഇത്തവണ സീറ്റില്ല. അതോടൊപ്പം തന്നെ PK ശ്യാമള തളിപ്പറമ്പ് മത്സരിക്കുന്നു. MV ഗോവിന്ദൻ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി മത്സരിച്ച മണ്ഡലമാണ്. ആ മണ്ഡലം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇത്തവണ ലഭിച്ചിരിക്കുന്നു. PK ശ്യാമള തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാകുന്നു. മഹിളാ അസോസിയേഷന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് PK ശ്യാമള. കാസർഗോഡ് CH കുഞ്ഞമ്പു ഉദുമ, VPP മുസ്തഫ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA M രാജഗോപാലാണ്. CPIM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നില്ല. ജില്ലാ സെക്രട്ടറി ആയത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് VPP മുസ്തഫയ്ക്ക് ഇത്തവണ നറുക്ക് വീണിരിക്കുന്നത്. അങ്ങനെ 81 മണ്ഡലങ്ങളിൽ CPIM മത്സരിക്കുന്ന 81 നിയമസഭാ മണ്ഡലങ്ങളിലെ 75 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ അവസാന രൂപമായിരിക്കുന്നു. അതിന് ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും അംഗീകാരം നൽകേണ്ടതുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. CPIM 8-ാം തീയതി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ചിലപ്പോൾ 2 ദിവസം മാറിയേക്കാം. കാരണം 6 സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. അതല്ല, ആ സീറ്റ് മാറ്റിവെച്ച് ശേഷിക്കുന്ന 75 സീറ്റിലെ സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടം എന്ന നിലയിൽ പ്രഖ്യാപിക്കുമോ എന്നതുകൂടി അറിയാനുണ്ട്. ഏതായാലും ഈ 75 സ്ഥാനാർത്ഥികളിൽ ഇനി മാറ്റം വരാൻ സാധ്യതയില്ല. 75 പേരുടെ അവസാന പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നർത്ഥം.